നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വഴി വോട്ട് ചോരി, BJP ജയിക്കുന്നു എന്ന ആരോപണം. ആ ആരോപണം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുതെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി BJP അധികാരത്തിലേറുകയല്ല. അങ്ങനെ ആകുമ്പോൾ പിടിക്കപ്പെടും, അത് വളരെ പെട്ടെന്ന് പിടിക്കപ്പെടും. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകളിലേക്ക് നീങ്ങുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞു, 2023 അവസാനം ഈ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് നമ്മളവിടെ ചെന്നിട്ട് ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ഒരാൾ പോലും ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ഇനി അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഈവൻ BJPക്ക് വോട്ട് ചെയ്യുന്ന BJPയുടെ സ്ട്രോങ് ഒരു പോലും കടുത്ത അസംതൃപ്തിയാണ് അതിനെതിരെ പറയുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും അടുത്ത തവണ വേറെ ഏതോ പാർട്ടി വരും എന്ന് തോന്നും, പക്ഷേ ജയിക്കുന്നത് BJP തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടും, ജനങ്ങൾ ഈ സർക്കാർ മാറുന്ന ആഗ്രഹിക്കുമ്പോൾ പോലും BJP ജയിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ടുള്ള വികാരങ്ങളും BJP ജയിക്കുന്നത് വെച്ചാൽ ഒന്ന് ഒരു നറേറ്റീവ് അതിന് സൃഷ്ടിക്കും. അതായത് ആ പാർട്ടി ജയിക്കാൻ ഇന്ന പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ കൂടുതൽ പേര് വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വോട്ടർ പട്ടിക ആവട്ടെ, അല്ലെങ്കിൽ EVMലെ ക്രമക്കേടുകളാവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ജനവിധി സൃഷ്ടിച്ചെടുക്കപ്പെടുന്നു എന്നാണ് ഇത് മൊത്തം കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഉദാഹരണം എടുക്കാം. തൃശ്ശൂർ ഈ 50,000-ലധികം വോട്ടുകൾ കൃത്രിമമായി മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ വന്ന് ചേർത്തു എന്ന ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് TN പ്രതാപനാണ്. TN പ്രതാപൻ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ട് അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. കാരണം കോൺഗ്രസ് അവിടെ തോറ്റുപോയി എങ്കിൽ പോലും അവരത് പിന്നീട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ VS സുനിൽകുമാർ മുമ്പ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി, അത് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമായിരുന്നാണ് VS സുനിൽകുമാർ മുമ്പ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ സുനിൽകുമാർ എന്ത് പറയുന്നു, ഈ രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്ത കാര്യങ്ങൾ തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് TN പ്രതാപൻ്റെ വാദത്തെ ശരിവെക്കുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് വന്നിട്ട് ഒരു ഉദാഹരണം, അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഉദാഹരണത്തിൽ മുമ്പോട്ട് വയ്ക്കുന്നു. ഇതാണ് ഉള്ളത്. നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ ഞാൻ മുമ്പ് പറഞ്ഞ സെനാരിയോയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് കൂട്ടി അയച്ചു നോക്കുക. ഇപ്പോൾ തൃശ്ശൂർ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് 50,000 വോട്ടുകൾ ആളൊഴിഞ്ഞ ഫ്ലാറ്റുകളുടെ അഡ്രസ്സിൽ അവിടെ ചേർത്തിട്ടുണ്ടെന്നുള്ള ആരോപണം ശരിയാണെന്ന് വയ്ക്കുക. അങ്ങനെ മാത്രം ജയിച്ചിരുന്നെങ്കിൽ അതിലൊരു സംശയം തോന്നുമായിരുന്നു. ആ സംശയം തോന്നാതിരിക്കാൻ എന്ത് വേണം? അവിടെ സുരേഷ് ഗോപി വിജയിക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റീസൺ വേണം. എന്തായിരുന്നു റീസൺ? അതിന് പൂരം കലങ്ങണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി എന്നാൽ ഈ തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന ആളുകൾ തീരുമാനിച്ചുകൊണ്ടല്ല സുരേഷ് ഗോപി ജയിക്കുന്നത്. അതായത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കാൻ പാകത്തിന് അവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടന്നിരിക്കുന്നു എന്ന് ആ മണ്ഡലത്തിലുള്ളവരെയും പുറത്തുള്ള രാഷ്ട്രീയ ലോകത്തെയും വിശ്വസിപ്പിക്കാൻ ഉതകുന്ന ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് അവിടെ സംഭവിച്ചു. അതെന്താണ്? തൃശ്ശൂർ പൂരം കലങ്ങി. അത് നമ്മൾ ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? അത് പെഹൽഗാം അറ്റാക്കായിരിക്കാം, അതിൽ ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കാം, അല്ലെങ്കിൽ പുൽവാമ അറ്റാക്കിന് ശേഷമുള്ള നടപടികളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു അല്ലെങ്കിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതായിരിക്കാം. അങ്ങനെ പല പൊളിറ്റിക്കൽ ഇവൻ്റ് രാജ്യത്ത് നടക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇവൻറ്റിൻ്റെ പേരിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? സർക്കാരിന് വോട്ട് ചെയ്യുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പ്രതീതി സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നു. ഇതിനെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോൾ EVM ഹാക്ക് ചെയ്യുന്നതുകൊണ്ടാണോ ജയിക്കുന്നതല്ല, EVM ഹാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, EVM ഹാക്ക് നടക്കുന്നുണ്ടാവും. EVM ഹാക്ക് ചെയ്യുന്നതാണോ? ഇനി അതല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ള 20 ലക്ഷത്തോളം EVMകളുണ്ട്. ആ EVM മറ്റാരുടെയെങ്കിലും കയ്യിലാണോ? വോട്ട് ചെയ്യപ്പെട്ട EVM മാറ്റി വേറെ EVM കൊണ്ടുവന്ന് വയ്ക്കുന്നതാണോ? എങ്ങനെയാണ് വോട്ടെണ്ണുമ്പോൾ തുറക്കുന്ന EVM മെഷീനുകളിൽ 99% ബാറ്ററി ആണെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അതായത് ഒരു ഓൾ ഡേ ലോങ് പോൾ ചെയ്യപ്പെട്ടൊരു ഒരു സിസ്റ്റം അത് ഓഫ് ചെയ്ത് സീൽ ചെയ്ത് വയ്ക്കുന്നു. വീണ്ടും അത് എടുക്കുമ്പോൾ അതിൽ 99% ചാർജ് കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം മിസ്ലിങ്സ് ഈ ആരോപണങ്ങളിലുണ്ട്. അപ്പോൾ EVM ഹാക്ക് ചെയ്തിട്ടാണോ അതല്ല വേറെ EVM കൊണ്ടുവന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമ വോട്ട് ചേർത്ത എല്ലാവരും, ഇപ്പോൾ 50,000 പേര് തൃശ്ശൂർ വോട്ട് ചേർക്കപ്പെട്ടു എന്നിരിക്കട്ടെ, ഈ 50,000 പേരും ആ തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയോ? അങ്ങനെ വോട്ട് ചെയ്യുന്നതാണോ? അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന 1 ലക്ഷത്തിലധികം ഒരു മണ്ഡലത്തിലെ കള്ളവോട്ടുകൾ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ 40 ലക്ഷത്തിലധികം അധിക വോട്ടർമാർ, ഇവരൊക്കെ വന്ന് വോട്ട് ചെയ്തോ? അതല്ല ഇവർക്കൊക്കെ വേണ്ടി വേറെ ആരും വോട്ട് ചെയ്തോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ഇവൻ്റ് ആണെങ്കിൽ തൃശ്ശൂരും അത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ന്യായമായി സംശയിക്കാം. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ആക്ഷേപം ആവർത്തിച്ചിരിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അവിടെ വളരെ എന്താ പറയുക, ഡെഫനിങ് സൈലൻസ് ഉണ്ട് തൃശ്ശൂരിൽ. അത് CPMൻ്റെ ഭാഗത്താണ്. CPM ഇന്നവർ ഈ ആരോപണം ഏറ്റെടുക്കുകയോ? പൂരം കലങ്ങി എന്ന് പോലും സംഭവിച്ചിട്ടില്ല. പൂരം കലക്കാൻ ശ്രമം നടന്നു എന്നേ CPM പറഞ്ഞിട്ടുള്ളൂ, കലങ്ങി എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല.
എന്ന് മാത്രമല്ല അതേക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ആ അന്വേഷണം നടക്കാൻ വേണ്ടി CPI എത്ര പാടുപെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ CPI ഒരു ഏരിയയാണ്. പക്ഷേ CPIക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, CPIക്ക് തെളിവ് കൊടുക്കാൻ കഴിയുന്നില്ല. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ അതേ അവസ്ഥയിലാണ് തൃശ്ശൂർ CPI. കാരണം CPI എന്ന് പറയുന്നത് അവിടെ ദുർബലമായൊരു പാർട്ടിയാണ്. അവിടെ CPM ആണ് പ്രധാന, തൃശ്ശൂരിൽ CPM തന്നെയാണ് വലിയ ശക്തി. അപ്പോൾ വോട്ടർ പട്ടികയുടെ കൈകാര്യം അതുപോലെ മറ്റു കാര്യങ്ങൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് CPM ആണ് CPIക്ക് വേണ്ടി നടത്തുന്നത്. അപ്പോൾ CPM പറയുന്നു അവിടെ അട്ടിമറി ഉണ്ടായിട്ടില്ല, സുരേഷ് ഗോപി അട്ടിമറിയോടെ അല്ല ജയിച്ചത്, കോൺഗ്രസിൻ്റെ വോട്ട്, കോൺഗ്രസ്സുകാർ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും എഴുന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതാണ് എന്ന് വാദിക്കുന്നതിലുണ്ടാകുന്നൊരു പ്രശ്നം ഈ ആരോപണങ്ങൾ വീണ്ടും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയത്തിൽ CPMന് ഉറച്ചൊരു നിലപാടില്ല, അങ്ങനെ സംഭവിച്ചൊരു നിലപാടില്ല. ഇന്നലെ MA ബേബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. തൊട്ടുടനെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന വന്നു. പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ അലിഗേഷനെ കുറിച്ചല്ല, പക്ഷേ ഈ ബീഹാറിലെ SIR പ്രോസസ്സിനെ കുറിച്ചാണ് പോളിറ്റ് ബ്യൂറോയുടെ ആക്ഷേപം. ഇവിടെ തന്നെ നോക്കുക. അപ്പോൾ തൃശ്ശൂരിൽ VS സുനിൽകുമാർ ഇത് പറഞ്ഞു. VS സുനിൽകുമാർ പറഞ്ഞിട്ട് CPMൽ നിന്ന് എന്തെങ്കിലും അതിന് പിന്തുണയുണ്ടാകും ഇല്ല. ഇന്ന് കോൺഗ്രസ് വരേണ്ടി വന്നു, DCC പ്രസിഡന്റ് വരേണ്ടി വന്നു ആ വാദം ആവർത്തിക്കാൻ വേണ്ടി. അപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കപ്പെടണമെങ്കിൽ ആദ്യം CPM തീരുമാനിക്കണം. CPMനോട് ബോധ്യപ്പെടണം എന്ത് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു അട്ടിമറി, ഈ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്ന പോലത്തെ ഒരു അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 50,000 വോട്ടുകൾ കൂടുതലായി ചേർത്തു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആ ചേർക്കപ്പെട്ട അഡ്രസ്സുകളെല്ലാം തൃശ്ശൂർ നഗരസഭാ അതിർത്തിയിലാണ്. നഗരസഭാ അതിർത്തിയിൽ അങ്ങനെ വോട്ട് ചേർക്കണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണം? ഒന്ന് നഗരസഭാ മേയറുടെ സഹായം വേണം. നഗരസഭാ മേയറെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം ഓർക്കുന്നുണ്ടോ? സുരേഷ് ഗോപിയെ പരസ്യമായി പുകഴ്ത്തിയ ഒരാളാണ്, അയാൾ LDF സ്വതന്ത്രനാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അന്നത്തെ ജില്ലാ കളക്ടർ, ആ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പോയത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അയാളിപ്പോൾ JDU ഭരിക്കുന്നൊരു മിനിസ്ട്രിയുടെ ഡയറക്ടറാണ്, പഞ്ചായത്ത് രാജ് മിനിസ്റ്ററുടെ ഡയറക്ടറാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ, കാരണം ഈ കളക്ടറുടെ അടുത്ത് VS സുനിൽകുമാർ തന്നെ പരാതിപ്പെട്ടിരുന്നു, ഇങ്ങനെ വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നാണ് സുനിൽകുമാറിൻ്റെ ആരോപണം. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഒരു ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിലും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെസിമെനാണ് തൃശ്ശൂർ നമ്മൾ കണ്ടതെന്നാണ്.